والقلب يحزن ولا نقول إلا ما يرضى ربنا. ഹൃദയത്തിൽ വല്ലാത്ത വിഷമം ദുഃഖം ഉണ്ടാകും, കണ്ണ് നിറഞ്ഞു പോകും. നമുക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മളെയേറെ സ്നേഹിച്ചവരെ നമ്മൾ ഓർക്കുമ്പോൾ അവരുടെ ഫിറാഖ്, അവരുടെ വേർപാട് വലിയ ഒരു ആഘാതം ഉണ്ടാകും മനസ്സിലൊക്കെ. പക്ഷേ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്തതൊന്നും നമ്മൾ പറയാനും ചിന്തിക്കാനും പാടില്ല. അതെന്തെങ്ങനെയായി, അതിങ്ങനെ എന്നൊന്നും നമ്മൾ ചിന്തിക്കാൻ തന്നെ പാടില്ല. നമ്മുടെ ഈമാനെ ബാധിക്കുന്നതുകൊണ്ട് അള്ളാഹു ഒരു പരീക്ഷണമാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഇതിന്റെ മറ്റൊരു വശമുണ്ട്. മരണ വാർത്ത അറിഞ്ഞപ്പോൾ മരണപ്പെട്ടതിന് ശേഷം അതിന്റെ പിറ്റേ ദിവസം ഒരു അവസാനമായിട്ട് ക്ലാസ് എടുത്ത സക്കറിയ ഫൈസി, അവസാനം സിറാജ് അടക്കമുള്ള അവിടെ ശരീഫ്മാരുടെ അവരുടെ സുഹൃത്തുക്കൾക്ക് റിയാദുസ് സ്വാലിഹിന്റെ ഹദീസ് ക്ലാസ് എടുത്തപ്പോൾ അവസാനം പറഞ്ഞൊരു ഹദീസ് ഒരു ഉസ്താദ് വാട്സാപ്പിൽ ഇങ്ങനെ അയച്ചു. ഈ ഹദീസാണ് അവസാനമായിട്ട് ഓതിയിട്ട് പോയത്. അപ്പോ ഹദീസിൽ പറയുന്നത് എന്റെ ആശയം ഇതാ: അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ അജ്ജലഹുൽ ഉഖൂബത ഫിൽ ദുനിയ എന്ന കമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അജ്ജലഹുൽ ഉഖൂബത ഫിൽ ദുനിയ, അല്ലാഹു ദുനിയാവിൽ പരീക്ഷണങ്ങൾ നേരത്തെ കൊടുക്കും. അതെങ്ങനെയാ പരീക്ഷണം? അതിന്റെ ശറയിൽ പറയുന്നുണ്ട്, ഔ ബി മൗതി സ്വദീഖിഹി, അവന്റെ പ്രിയപ്പെട്ട ആളുകൾ, അവന്റെ സുഹൃത്തുക്കളുടെ മരണം കൊണ്ട്. ഇപ്പൊ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ മരിക്കുമ്പോൾ നമ്മളത് നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ ഒരു കാരണമാകാം, നമുക്ക് തഖ്വയുണ്ടാകാൻ ഒരു കാരണമാകാം. അപ്പൊ നമ്മളെ നന്നാവാൻ, നന്മയിലേക്ക് ചിന്തിപ്പിക്കാനുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ മരിക്കുന്നത് എന്നുള്ള. അപ്പോൾ ഈ സ്വദീഖിന്റെ മരണം, അതിനെപ്പറ്റിയുള്ള ഒരു ഹദീസ് പഠിച്ചുകൊണ്ടാണ് നമ്മളും കൂടെ ചിന്തിക്കാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത് മാറ്റങ്ങൾ ഉണ്ടാക്കണം. മുതഅല്ലിമീങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ഈ ഭൗതിക മറ്റുള്ളവരൊക്കെ കാണിക്കുന്നത് പോലെ ഇൽമു പഠിക്കാനുള്ള വലിയൊരു അവസരം അല്ലാഹു തന്നിട്ട്, ആത്മീയമായ വലിയ സ്ഥാനങ്ങളിലേക്ക് എത്താൻ അല്ലാഹു നമുക്ക് ഒരു ചാൻസ് തന്നിട്ടുണ്ട്. നമ്മൾ ഈ ദുനിയാവ് മാത്രം മനസ്സിൽ വെച്ച് ജീവിച്ചാൽ നമ്മൾ ഏറ്റവും വലിയ ഭാഗ്യമില്ലാത്തവരായി പോകും. അല്ലാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. അപ്പോ ഇത് അങ്ങനെ ചിന്തിച്ച് ഇൻഷാ അല്ലാഹ് സിറാജിന്റെ മരണം ഒരുപാട് നല്ല അടയാളങ്ങൾ, ഒരു ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണത്തിന്റെ ഒരുപാട് അടയാളങ്ങൾ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടാണ്. ദാറുസ്സലാമിൽ വന്ന് 3 വർഷം അവിടെ പഠിച്ചു. അതിന്റെ സ്ഥാപനത്തിൽ ദർസിലൊക്കെ ആയിട്ട് 3 വർഷം പഠിച്ചു. 3 വർഷം ഉസ്താദുമാരെ ഏറെ സ്നേഹിച്ചു, ഏറെ ബഹുമാനിച്ചു, ഒരുപാട് സ്നേഹിച്ചു ബഹുമാനിച്ചു ഉസ്താദുമാരെ. അതോടുകൂടെ ഒരു 3 വർഷം മുതഅല്ലിമായി പഠിച്ചതിന്റെ ആ ഒരു കബൂലിയത്ത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അപ്പോ മരണപ്പെടുന്നതിന്റെ മുമ്പ് എന്റെ വ്യാഴാഴ്ച അവിടെ നിന്ന് വരുമ്പോ ഇപ്പൊ നമ്മുടെ ദർസിന്റെ അവിടെ മശായിഖുമാരുടെ ഉസ്താദുമാരുടെ ആണ്ട് ഈ നാളെ കറായത്ത് പള്ളി നടക്കുന്നു. അപ്പൊ അതിന്റെ മുമ്പ് ഖത്മ ഓതാൻ വേണ്ടി എല്ലാ കുട്ടികളോടും പറഞ്ഞപ്പോ അവരെ വേച്ചുള്ള കുട്ടികളോട് 2 ജുസ് ഓരോരുത്തരും ഓതണമെന്ന് പറഞ്ഞപ്പോൾ സിറാജുദ്ദീൻ ഞാൻ ഒരു ഖത്മ ഓതും എന്ന് പറഞ്ഞ് ഏറ്റെടുത്തുകൊണ്ടാണ് അവസാനമായിട്ട് അവിടെ പോകുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവസാന സമയത്ത് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ആവേശം ആ ഒരു മരണത്തിന്റെ ലക്ഷണം, അതിന് ശേഷം ഉണ്ടാകുന്ന അടയാളങ്ങൾ നമ്മൾ ഈ കാണുന്ന. കറായാലും ഇപ്പോൾ ഞാൻ ഇവിടെ ഈ പരിപാടി ഉണ്ടായിരുന്നു, സിദ്ദീഖ് വൈസി ഇവിടെ ഉണ്ട്. ഞാൻ വന്നതിന് ശേഷം തന്നെ അവിടെ അതുപോലെ ഒരു ദുആ മജ്‌ലിസ്, അവിടുത്തെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ കൂടി ആയിരക്കണക്കിന് ഒരുപാട് ആളുകൾ, പള്ളിയും മദ്രസയും അല്ലേ നിറച്ചു ആളുകളുണ്ടായിരുന്നു. ഈ 4-5 മാസത്തിൽ ഒരു പള്ളിയിൽ 50 കൊല്ലം ജോലി ചെയ്തിട്ട് ചിലപ്പോൾ മരിച്ചു പോയാൽ ജമാഅത്തുകാർ ഇങ്ങനെ ദുആ അറിയില്ല. 50 കൊല്ലം നാട്ടിൽ ജോലി ചെയ്തിട്ട് പണിയെടുത്തിട്ട് പോയാലും
4-5 മാസം അവിടെ ജീവിച്ചത് അള്ളാഹു കൊടുക്കുന്നൊരു കബൂലിയത്താണ്, സ്വീകാര്യതയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ മുത്താലിമ്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, നല്ല നിലയിൽ നമ്മൾ ഒരു 8 വർഷം 10 വർഷമോ ജീവിച്ചാൽ അള്ളാഹു മരിച്ചാൽ മാത്രമല്ല കബൂലിയത്ത്, ജീവിച്ചാലും ഒന്നും കബൂലിയത്ത്. അപ്പോ ഇത് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു മരണം എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല നമുക്ക് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവിന്റെ എല്ലാ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു കൊടുത്ത് സ്വാലിഹീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാനാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല അവരെയും നമ്മളെയും അള്ളാഹുവിന്റെ ദാറുസ്സലാമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഈ പള്ളിയിൽ വന്ന് ഉസ്താദുമാർക്കൊക്കെ ഒരുപാട് നന്മ പറയണം. അവരുടെ സുഹൃത്തുക്കളും അവരുടെ നാട്ടുകാരും എല്ലാവരും ഒരുപോലെ ഇങ്ങനെ പറയണം. 10 ദിവസം കഴിഞ്ഞിട്ടും ഇതുപോലെ തന്നെ നന്മകൾ പറയണം. എല്ലാവർക്കും പറയാനുള്ളത് ഇവിടുത്തെ ഞാൻ വന്നപ്പോൾ നമ്മളെ ഫൈസി ഉസ്താദ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അവസാനം അസറിന്റെ ശേഷം മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഈ പള്ളിയിൽ വന്നിട്ട് ഇങ്ങനെ ഖുർആൻ ഓതി, എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു 10 മിനിറ്റ് സംസാരിച്ചു. 10 മിനിറ്റ് സംസാരിച്ചപ്പോഴും 7 മിനിറ്റ് നിങ്ങളെ പറ്റി എന്നെ പറഞ്ഞത്. ഉസ്താദുമാരോടുള്ള ഒരു സ്നേഹം ബഹുമാനം നിങ്ങൾ ആലോചിച്ചു. നമ്മളെ മുമ്പിൽ വന്നിട്ട് കാണിക്കുന്ന ബഹുമാനമല്ലല്ലോ. ഈ 10 മിനിറ്റ് സംസാരിച്ചപ്പോൾ ഉസ്താദ് പറയുന്നത് 7 മിനിറ്റ് നിങ്ങളെ പറ്റിയാണ്. എൻ്റെ കൂടെ വന്നത്, എൻ്റെ വീട്ടിലേക്ക് വന്നതും ഉസ്താദ് പറഞ്ഞത് കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഉസ്താദുമാരോടുള്ള സ്ഥാനം എത്രയായിരിക്കും ആലോചിച്ചു. അപ്പൊ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കൊക്കെ ഉസ്താദുമാരുണ്ട്, നമ്മളൊക്കെ ചിന്തിക്കേണ്ടതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ അള്ളാഹു തആല ആ നല്ല നിലക്ക് ഒക്കെ ഒരുപാട് ആളുകൾ ഇപ്പൊ തന്നെ നമ്മളെ ഈ ദീനി സ്ഥാപനങ്ങളും നമ്മുടെ ഈ മദ്രസയും പള്ളിയും നമ്മുടെ ജീവിതവും ഒക്കെ പറഞ്ഞാൽ ഇതൊരു കളിയൊന്നുമല്ല. നമ്മൾ വിശ്വസിക്കണം, നല്ല നിലക്ക് ജീവിച്ചാൽ നല്ല നിലക്ക് മരിക്കാമെന്ന് നമ്മളത് ഓർമ്മിക്കണം. സത്യസന്ധമായിട്ട് ജീവിച്ചാൽ നല്ല മരണം കിട്ടുന്നത് നമുക്ക് ബോധ്യപ്പെടണം. ജീവിതം റമദാനായാൽ മരണം പെരുന്നാളാവുന്നവരെ പറയാറുണ്ട്. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചിന്തിച്ച് നല്ല മേഖലയിൽ നമ്മൾ ഇപ്പോൾ തന്നെ പല മുത്താലിമ്യങ്ങളും ഒരു പ്രചോദനമായിട്ടുണ്ട്. സിറാജിന്റെ ഈ കബൂലിയത്ത് നല്ല വീട്ടിൽ പോയപ്പോൾ ആ കുട്ടികൾ, ചെറിയ കുട്ടികൾ പറഞ്ഞു ഞങ്ങൾ നമുക്ക് ദാറുസ്സലാമിലേക്ക് പോകണം. ഉമ്മമാർ അവരുടെ കുടുംബത്തിൽപ്പെട്ടവർ മക്കള് ദാറുസ്സലാമിലേക്ക്. അതൊരു ഒരാളെ കൊണ്ട് ഒരാളുടെ ഭരണം കഴിഞ്ഞിട്ട് ആ ആളുകൾക്ക് അദ്ദേഹത്തിനോടുള്ള ഒരു ബഹുമാനം, കുട്ടിയോടുള്ള ഒരു ബഹുമാനം. ഇവിടെ തന്നെ എന്നോട് ഇപ്പൊ വന്നപ്പോ എന്നെ ദാറുസ്സലാമിലെ മെമ്പറാക്കണമെന്ന് പറഞ്ഞ എനിക്കൊരു 10,000 രൂപ എന്നെ അത് ദാറുസ്സലാമിന്റെ മെമ്പറാക്കണമെന്ന് പറഞ്ഞു. ഇപ്പൊ കയറി വന്നപ്പോൾ നമ്മൾ ചോദിച്ചതൊന്നുമല്ല. നമ്മൾ ആ സ്ഥാപനം അങ്ങനെയാണ് ഇവരൊക്കെ വിശ്വസിക്കുന്നത്. ഇത് ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും കഴിവിന്റെ പരമാവധി പരിശുദ്ധമായ ദീനും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തും ഹഖും നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ആ സ്ഥാപനം. ഞാനന്ന് തലേ ദിവസം വെള്ളിയാഴ്ച ഇവിടെ നമ്മുടെ ഞങ്ങൾ ഒന്നിച്ചിട്ട് തലേ ദിവസം കക്കിഞ്ചത്ത് ദാറുസ്സലാമിലെ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയപ്പോൾ ദുആന്റെ മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന്, ഇതിന്റെ തലേ ദിവസം രാത്രി ശനിയാഴ്ച മരിക്കുന്നതാണ്. നമ്മൾ ഈ ദാറുസ്സലാമിന്റെ പ്രവർത്തനത്തിലായിട്ട് മരിച്ചാൽ നമ്മൾ ഷഹീദാകുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ഒരു പേടിയും പേടിക്കേണ്ട, ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നവരാണ്. രാത്രിയൊക്കെ ചിലപ്പോൾ നമ്മൾ ഇന്നലെ വരുമ്പോൾ ഇന്നലെ ഞാൻ മാനോട്ട് പറഞ്ഞത് രാത്രി വൈകിട്ട് കുഴപ്പക്കാരെങ്കിൽ പിന്നെ വരുമ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചാലും ശരി, നമ്മൾ ഈ സംവിധാനത്തിന്റെ ഈ ദാറുസ്സലാമിന്റെ ഖാദിമീങ്ങളായി മരിച്ചാൽ ഷഹീദാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ്. കാരണം ഹഖിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. അല്ലാഹു തആല അതിൽ നമുക്ക് നമ്മുടെ ഒരുപാട് പ്രവർത്തകന്മാർ ആളുകളൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. പോലെ അതുപോലെ തന്നെ ദാവൂദാജിയെ പോലെ ഷൗക്കത്തിനെ പോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരുപാട് കലാപുരത്തങ്ങളെ പോലെ ഇതിന്റെ ഹാദിമികൾ അവർക്ക് നിറച്ചുയർത്തി കൊടുക്കട്ടെ. ഇങ്ങനെ ഒരുപാട്. പക്ഷേ ഞങ്ങളുടെ ഒരു വിദ്യാർത്ഥി ദാറുസ്സലാമിൽ ഒരു മുത്താലിമും ആദ്യമായിട്ടാണ്, ഞങ്ങൾക്ക് ഇമാമാണ്, മരണത്തിൽ നമ്മുടെ മുൻപേ പോയവരാണ്. അല്ലാഹു തആല ഞങ്ങളൊക്കെ സ്നേഹിച്ച് ഞാൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, ഒരു സുഹൃത്ത് ഞാൻ 1,00,000 ദിക്ർ ആലോചിച്ചു നോക്കി, സ്വന്തം മക്കൾ പോലും അങ്ങനെ ചെയ്യും. സിറാജിന് വേണ്ടി ഒരു സുഹൃത്ത് 1,00,000 തഹ്ലീൽ ചെന്നിട്ട് ദുആ ചെയ്യാൻ വേണ്ടി ഹദിയ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. നമ്മുടെ മക്കള് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. ഉസ്താദുമാർ ഇവിടെ 1,00,000 ദിക്ർ ഉസ്താദുമാർ ചൊല്ലി ഹദിയ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. 1,13,000 1,03,000 ദിക്ർ ഇവിടെ ചൊല്ലാൻ വേണ്ടി.
അതെ, സുഹൃത്ത് ഞാൻ പറഞ്ഞത് 1,00,000 അതിന്റെ കൂടെ തന്നെ സ്കൂളിൽ പോകുമ്പോൾ സ്കൂൾ കൂടെ ഉണ്ടായിരുന്ന അവന്റെ സുഹൃത്താണ്. 1,00,000 പേരുന്ന അപ്പൊ അവനങ്ങനെ ഇതൊക്കെ അള്ളാഹുത്തല തോന്നിപ്പിച്ചു കൊടുക്കുകയാണ്. നമുക്കിങ്ങനെ ചെയ്യാം. അള്ളാഹുദിന്റെ ഹൈർ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എല്ലാവരും പൈസ കൊടുത്താലൊന്നും കിട്ടുന്ന സംഗതി ഒന്നുമില്ലെന്ന്. അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു അങ്ങനെ ഇഷ്ടപ്പെടാൻ വേണ്ടി പറയും. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് പറയും ഇഷ്ടപ്പെടാൻ. ആളുകൾ ഇഷ്ടപ്പെടും. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് നമ്മൾ ഈ ചൊല്ലിയതിന്റെ ഒക്കെ സവാബും അള്ളാഹുടെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അള്ളാഹു അതിന്റെ ഒരു പ്രയാസം, അള്ളാഹു അതിന്റെ പരിഹാരം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ കുടുംബത്തിന് അതിന്റെ സമാധാനം അള്ളാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ് മക്കൾക്കും ഉമ്മാക്ക് അവർക്കൊക്കെ ഫാമിലി അള്ളാഹുവിന്റെ സമാധാനവും ക്ഷമയും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കാൻ, നമ്മളെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കാൻ ഇവിടെ നമ്മൾ പറയാറുള്ളത് പോലെ ഇങ്ങനെ പാട്ടുപാടി നിങ്ങൾ സിയാറത്തിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പാട്ടുപാടി നന്നായിട്ട് പാടും. അള്ളാഹുവിനെ പറ്റി റസൂലിനെ പറ്റിയൊക്കെ പാടും. ഇന്നലെ എൻ്റെ ദിവസം മുത്താലിയെ പറഞ്ഞ കിനാവ് കണ്ടു. സിറാജ് ഇങ്ങനെ വഫാത്തായതിനു ശേഷം ഇങ്ങനെ പാട്ട് എഴുതിയിട്ട് ഇങ്ങനെ മദഹ് ഇങ്ങനെ പാടുന്നതായിട്ട് ഞങ്ങൾ കിനാവ് കണ്ടു. മുത്താലിയായിട്ട് പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതോ അള്ളാഹു തആല നമ്മളെ സ്വർഗത്തിലേക്ക് പാട്ടും പാടി സ്വീകരിക്കാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമ്മളൊക്കെ ഈ സ്നേഹം ദിക്ർ ചൊല്ലിയ കുട്ടിക്ക്, അതുപോലെ ഉസ്താദുമാർ ഇവിടെ ഒരുമിച്ച് കൂടിയവർ, അള്ളാഹു തആല ആ ഒരു സ്നേഹം കൊണ്ട് അള്ളാഹു ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് അള്ളാഹു ഹുസ്നുൽ ഖാത്തിമ നൽകട്ടെ. നല്ല മരണം അള്ളാഹു നൽകട്ടെ. അള്ളാഹു തആല ജീവിതത്തിലൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ച് ജീവിക്കാൻ കഴിയും. പക്ഷേ ഖബറിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടാം. നമ്മുടെ അമലുകൾ, ദുആകൾ, അള്ളാഹുവിന്റെ തൃപ്തി അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെ ദാറുസ്സലാമിലെ മുത്തഅല്ലിമീങ്ങൾ വന്നു. അതുപോലെ തന്നെ ഖറായത്ത് മുത്തഅല്ലിമീങ്ങൾ, കമ്മാല പള്ളിയിലെ മുത്തഅല്ലിമീങ്ങൾ, ഇവരൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടി നാട്ടിലെ അള്ളാഹുവൊക്കെ ബറക്കത്ത് ചെയ്യട്ടെ. അതുപോലെ നാട്ടുകാരായ ഒരുപാട് ചെറുപ്പക്കാർ അന്ന് മുതൽ ഞാൻ കാണുന്നുണ്ട്. അവരെ ആ ഒരു ബഹുമാനവും ഒരു വലിയ ആലിമിനെ പോലെ, ഒരു വലിയ ഉസ്താദിനെ പോലെ അവരെ കാണിക്കുന്ന സ്നേഹവും, മുത്തഅല്ലിമീനോട് കാണിക്കുന്ന ഒരു സ്നേഹവും ബഹുമാനവും അന്ന് മുതൽ ഞാൻ അവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ പല പ്രാവശ്യം സിയാറത്തിനൊക്കെ വന്നപ്പോഴൊക്കെ ഇവിടെയുള്ള നാട്ടുകാർ വല്ലാത്ത സിറാജിന്റെ വഫാത്തോടു കൂടി നമ്മളോടൊക്കെ വല്ലാത്ത സ്നേഹം അവർ കാണിക്കുന്നുണ്ട്. അവസ്ഥകളോട് അള്ളാഹു ചെറുപ്പക്കാർക്ക് അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല നിലയിൽ ജീവിക്കാനും നല്ലവരായിട്ട് മരിക്കാനും അള്ളാഹു ഇതൊക്കെ നമുക്കൊരു പാഠമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തആല ഒരു നന്മയും ഉണ്ടാവും വെറുതെ ആക്കുന്നില്ല. നമ്മൾ എന്തൊക്കെ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു അതിൻ്റെയൊക്കെ ഗുണം നമ്മൾ കാണിച്ചു. ഇതൊക്കെ പാഠങ്ങളാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ചെറുപ്പക്കാരുടെ ജോലിയിലും ജീവിതത്തിലൊക്കെ ഇതിലൊക്കെ ഒരുപാട് ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ചെലവും അവരെ ഇതിപ്പോ ഇതിനു വേണ്ടി ഏറ്റെടുത്ത് ഇവിടെ ജമാഅത്തിന്റെ വലിയ കമ്മിറ്റിയോ അതിന് ആദ്യമൊന്നുമല്ല മരിച്ചുപോയത്. പക്ഷേ ഈ നാട്ടിൽ അപ്പുറത്ത് ജമാഅത്ത് അതുവരെ ഞങ്ങളുടെ ജമാഅത്തുള്ളവരൊക്കെ വിളിച്ചിട്ടുണ്ട്. പിന്നെ വൈദ്യപള്ളിയിലെ ഈ ഭാഗത്തുള്ള ജമാഅത്തിലൊക്കെ വിളിച്ച് അപ്പൊ ചെറുപ്പക്കാരുടെ ഒരു അള്ളാഹു അത് കബൂൽ ചെയ്യട്ടെ. അള്ളാഹു അതിന്റെ എല്ലാ ബറക്കത്തും അള്ളാഹു നൽകിയാൽ പറയുന്നത് അവിടെ കുടുംബത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അവന്റെ ആ ഒരു സിറാജിന്റെ ഒരു ആത്മീയമായ സാന്നിധ്യം നമ്മുടെ ജമാഅത്ത് തന്നെ അള്ളാഹു ഒരു ബർക്കത്താക്കി തരുമാറാകട്ടെ. അള്ളാഹു തആല അതൊക്കെ കബൂൽ ചെയ്യട്ടെ. അള്ളാഹു തആല ഇതൊക്കെ സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് യാസീൻ ഓതി ഒരു 200 തഹ്ലീൽ ചൊല്ലി അവിടെ ഒന്നും ക്ഷീണവും പ്രയാസവും ഉണ്ടാവരുത്. നല്ല ആഗ്രഹത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി തീർച്ചയായിട്ടും ഇത് വെറുതെ ആകൂല എന്ന് നമ്മൾ മനസ്സിലാക്കാം. ലക്ഷക്കണക്കിന് ദിക്റുകൾ ചൊല്ലുമ്പോൾ നമ്മൾ ഇവിടെ 200 തഹ്ലീൽ ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് യാസീൻ ഓതി ദുആ ചെയ്യാം. അള്ളാഹു തആല ഈ സദസ്സിനെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്.